ഹായ്, വെൽക്കം ടു കാസ്മാറ്റിക്. ഇന്ത്യയിൽ തന്നെ 1998 വാഹന വിപണിയെ മാറ്റിമറിച്ചുകൊണ്ട് ചരിത്രം രചിച്ച ഒരു വാഹനമാണ് ടാറ്റ ഇൻഡിക. ആ ഇൻഡികയുടെ പിന്തുടർച്ച അവകാശിയാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന പുതിയ ടാറ്റ ടിയാഗോ EV. ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ഈ വാഹനം ടാറ്റ ടിയാഗോ EV ഒരു ഫേസ് ലിഫ്റ്റ് വേർഷൻ വാഹനമാണ്. ഈ വാഹനത്തിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഈ വാഹനത്തിന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചുകൾ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഗ്രില്ലാണ് ന്യൂ പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ള ഗ്രില്ലും. അതോടൊപ്പം താഴെ ഒരു ഇൻസേർട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ടാറ്റയുടെ ഒരു സ്മൈലി ഗ്രില്ലിൻ്റെ ചിഹ്നമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനോട് താഴെ നമുക്കിവിടെ എയർ വെൻറ്റുകൾ കാണാം. എയർ വെൻറ്റുകൾ ഒരു ആൽഫബറ്റിക്കൽ A ലെറ്ററിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പുതിയ പഞ്ചിനൊക്കെയുള്ള അതേ സെയിം എയർ സ്കൂപ്സ് ആണുള്ളത്. കൂടാതെ ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകത, ഈ വാഹനത്തിന് ഫോഗ് ലാമ്പ് ഇല്ലാത്തതും മറിച്ച് ഒരു DRL ലാമ്പാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അത് അതിമനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ വീൽ സൈഡിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ വീൽ സൈസ് 175, 65, 14 അതുപോലെ തന്നെ അനുയോജ്യമായ പുതിയ വീൽ ക്യാപ്പുകളും ഈ വാഹനത്തിൻ്റെ വീലിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്കത് ഇവിടെ ടാറ്റ ടിയാഗോ .EV ഇവിടെ ഡോറിലേക്ക് വന്നു. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഇവയ്ക്കാണ്. ഒന്ന്, പുതിയ ഡീഫോഗർ വന്നു. ഇത് ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ടാണ് ഡീഫോഗർ. അതുപോലെ തന്നെ വൈപ്പറുണ്ട്. അതുപോലെ തന്നെ എല്ലാ വേരിയൻറ്റിലും ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നു. അതുപോലെ തന്നെ താഴോട്ട് വരികയാണെങ്കിൽ ബൂട്ട് സ്പേസിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ടിയാഗോ EV എന്നുള്ള പുതിയ ബ്രാൻഡിങ്ങും ബാഡ്ജിങ്ങും വന്നു. അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ഒരു ലോഗോ ഇവിടെ ടാറ്റയുടെ കാണാൻ സാധിക്കും. 2 ഫീച്ചറുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഒന്ന്, ബാക്ക് സൈഡ് ബൂട്ട് ഓപ്പൺ ആക്കുന്ന ആ സ്വിച്ച്. പിന്നെ അതുപോലെ തന്നെ ക്യാമറയാണ് വന്നിട്ടുള്ളത്. ഹൈ റെസൊല്യൂഷൻ ക്യാമറ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബൂട്ട് ലിഡ് ഓപ്പൺ ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ പ്രീമിയം കാറുകളിൽ വരുന്ന പോലത്തെ ഒരു ഫീലാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ട് 240 ലിറ്ററാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് സ്റ്റെപ്പിനി നൽകുന്നില്ല, പകരം പഞ്ചർ കിറ്റാണ് കമ്പനി നൽകുന്നത്. അതുപോലെ തന്നെ പുതിയ ടാറ്റ ടിയാഗോ EVയുടെ ഇൻറ്റീരിയർ ഉള്ളിലാണ് നമ്മളുള്ളത്. അടിമുടി മാറ്റങ്ങളാണ്. മൊത്തത്തിൽ അഴിച്ചു പണിതിട്ടുണ്ട് ഉൾഭാഗം. പ്രത്യേകിച്ച് സീറ്റ്സ്, അതുപോലെ തന്നെ ഡാഷ്ബോർഡ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ, എല്ലാത്തിലും പ്രധാനമായ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ വാഹനത്തിലെ ഇൻറ്റീരിയറിലെ ഏറ്റവും വലിയ സവിശേഷത ഈ വാഹനത്തിൻ്റെ പുതിയ ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ. ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വാഹനത്തിലെ ക്രൂസ് കൺട്രോളാണ് റൈറ്റ് സൈഡിലുള്ളത്. അതുപോലെ തന്നെ വോളിയം കൺട്രോളും അതുപോലെ തന്നെ ഫോൺ എടുക്കാനുള്ള സ്വിച്ചസാണ് ലെഫ്റ്റ് സൈഡിൽ നൽകിയിട്ടുള്ളത്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ വരുന്നത് 10.25 ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീനാണ്. അതിനോട് താഴെ വരുന്നത് പുതിയ ടിയാഗോ EV എന്നുള്ള ബ്ലാക്ക് മൈക്ക ഫിനിഷുള്ള ബാഡ്ജിങ്ങും. അതിനോട് താഴെ ഒരുപാട് സ്വിച്ചുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് വാഹനത്തിൻ്റെ ബാറ്ററി റീജനറേഷനെ സംബന്ധിച്ചിട്ടുള്ള പ്ലസ് മൈനസ് സ്വിച്ചുകളാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ വരുന്നത് ചാർജർ വിടിയിക്കാനുള്ളതും റൈറ്റ് സൈഡിൽ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അതിനോട് നേരെ താഴ്ന്ന് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. അതിനോട് താഴ്ന്ന് നമുക്ക് 45 വോൾട്ട് ചാർജറും അതുപോലെ തന്നെ 12 വോൾട്ട് ചാർജറിൻ്റെ സോക്കറ്റും അതുപോലെ തന്നെ USB സ്ലോട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. പുതിയ ടാറ്റ ടിയാഗോ EVയുടെ പുറകുവശത്താണ് ഞാനുള്ളത്. പുതിയ ഫാബ്രിക് സീറ്റ്സാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. 2 കളറിലുള്ള സീറ്റുകളാണുള്ളത്. ഒന്ന് ഗ്രേയും ബ്ലാക്കും ഡ്യുവൽ ടോൺ തീമിലാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റും വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ അല്ലാത്ത ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളും നമുക്ക് ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കും. ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഇരിക്കാൻ വളരെ കംഫർട്ടബിളാണ്. ബാക്ക് സീറ്റ് വളരെ കുഷനിങ് ഫീൽ നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഒരു ബോട്ടിൽ വെക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജറും ഇവിടെ ബാക്കിൽ നൽകിയിട്ടുണ്ട്. അവസാനമായി ഈ വാഹനത്തിൻ്റെ ഒരു വൈബാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ വൈബ് മറ്റൊന്നുമല്ല, പുതിയ റിഫ്രഷിങ് ചിൽ ലൈൻ കളറിലാണ് ഈ വാഹനം വരുന്നത്. പുതിയ ടാറ്റ ടിയാഗോ EVയുടെ ഉള്ളിലാണ് ഞാനിപ്പോൾ. ഡ്രൈവ് സ്റ്റോറിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനം എടുത്തു, പറയാം, വളരെ സ്മൂത്ത് ഗ്ലൈഡാണ് ശരിക്കും ഫീല്. വളരെ സിമ്പിളാണ്, നോർമലിസ്റ്റിക് ആണ്. കൂടുതൽ
കൂടുതൽ ഗാഡ്ജറ്റ്സ് കൊണ്ട് നിറച്ചോ അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസോ സ്നാഗോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. റീജനറേഷൻ മോഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ റീജനറേഷൻ മോഡ് ഫുള്ളിലാണ്, ഏറ്റവും ഫുൾ റീജനറേഷൻ മോഡിലാണ് ഇട്ടിട്ടുള്ളത്. വാഹനം ആക്സിലേറ്റർ കൊടുത്ത് ഞാൻ പെഡൽ എടുക്കുമ്പോൾ അതേപോലെ തന്നെ അത് ഡീസലറേറ്റ് ചെയ്ത് വളരെ സ്ലോ ആവുന്നൊരു സാഹചര്യം, അതിനോടൊപ്പം തന്നെ റീജൻ ആവുന്നൊരു സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. പുതിയ ടാറ്റ ടിയാഗോ ഇ വിയിൽ 2 ടൈപ്പ് ബാറ്ററികളാണ് വരുന്നത്. ഒന്ന് 19 കിലോ വോട്ടിൻ്റെയും 2 24 കിലോ വോട്ടിൻ്റെയാണ്. ഫുൾ വേരിയൻറ്റിൽ ഫുൾ ഓപ്ഷനിൽ വരുന്നത് 24 കിലോ വോട്ട് ബാറ്ററിയാണ്. ആയതിന് 315 കിലോമീറ്ററാണ് കമ്പനി റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ 237 കിലോമീറ്ററാണ് നമുക്ക് കിട്ടിയത്. ഈ വാഹനത്തിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്. അതുപോലെ തന്നെ വാഹനം സ്റ്റിഫർ സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത് വാഹനത്തിൽ. ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന് അഡൽട്ട് പ്രൊട്ടക്ഷൻ 4 സ്റ്റാർ റേറ്റിങ്ങും ഈ വാഹനത്തിന് ചൈൽഡ് പ്രൊട്ടക്ഷൻ 3 സ്റ്റാർ റേറ്റിംഗുമാണ് നൽകിയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ എല്ലാ വേരിയൻറ്റിലും 2 എയർ ബാഗ് വീതമാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആ വാഹനത്തിൽ ലഭിച്ച 237 കിലോമീറ്റർ വാഹനത്തിന് ഉള്ളിൽ നൽകി വരുന്ന സ്ലോ ചാർജർ ഉപയോഗിച്ചിട്ടാണ്. ചുരുങ്ങിയത് 6 മുതൽ 8 മണിക്കൂർ വരെ അത് ഫുൾ ചാർജ് ആവാൻ സമയമെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ടാറ്റ ടിയാഗോ ഇ വിയെ കുറിച്ച് ഇവിടെ കവർ സ്റ്റോറി അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വാഹനം മികച്ച ഹാച്ചായി മാറി എന്നുള്ളതും ആവശ്യത്തിന് വേണ്ട എല്ലാ ഫീച്ചറുകളും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ടെന്നുമാണ്. മാത്രമല്ല ഈ വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം വില വന്ന് 799 മുതൽ 11,14,000 രൂപ വരെയാണ്. അപ്പോൾ ഈ വാഹനം തികച്ചും ജനകീയമാക്കിയിട്ടാണ് ടാറ്റ പുറത്തിറക്കിയിട്ടുള്ളത്. ഒരു വീട്ടിൽ ഒരു രണ്ടാമത്തെ വാഹനം ഇ വി വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവർക്ക് ഈ വാഹനം വാങ്ങിക്കാവുന്നതാണ്.